ഇവിടെ നമുക്കൊരാളെ കണ്ടുകിട്ടിയിട്ടുണ്ട്. പുലികളി കാണാൻ വന്ന് ആവേശം മൂത്ത് പുലിവേഷം കെട്ടിയ നമ്മുടെ ചേട്ടനാണ്. നമുക്ക് പരിചയപ്പെടാം. ചേട്ടൻ എന്താ പേര്? സജിൽ. സജിൽ എന്താണ് പേര്? പുലികളി കാണാൻ വന്ന് വേഷം കെട്ടിയതാണ്. സാധിച്ചത് ഇവിടെ വന്ന ഒരു ആവേശം ഉണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ പുലിവേഷം കെട്ടി കളയാൻ തീരുമാനിച്ചു. പകുതി ചായ ഇപ്പൊ ഏത് പുലിയെ കെട്ടാൻ പോകുന്നേ? ഓറഞ്ച് പുലി. ഓക്കെ, ഞങ്ങൾ രാവിലെ വന്നപ്പോ ഈ ചേട്ടനോട് കെട്ടണമെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ പേരിൽ ഞങ്ങൾ ഇവിടെ കമ്മിറ്റിയോട് സംസാരിച്ചപ്പോ അത് ശരി കെട്ടാന്ന് പറഞ്ഞിട്ട് വേഷം തന്നു. അപ്പൊ അതിപ്പോ കെട്ടിയോണ്ടിരിക്കണു. അത്രയാണ് തൃശ്ശൂരുകാരുടെ ആവേശം. പുലികളി കാണാൻ വന്ന് പുലിവേഷം കെട്ടാൻ അങ്ങ് തീരുമാനിച്ചതാണ് നമ്മുടെ സജിൻ ചേട്ടൻ. അപ്പൊ നമ്മളോട് ചേട്ടാ, ഇവിടെ ഇപ്പൊ കാണാൻ വരുന്നവര് തന്നെ ഈ ഒരു ആവേശത്തിലാണ്. എല്ലാവരും വൈബിനൊപ്പം പിന്നെ എല്ലാരും തൃശ്ശൂർ എന്ന് പറയുമ്പോ ഈ ഒരു വൈബാണല്ലോ. പൂരം, പുലിക്കളി, ഇതിന്റെ ഒക്കെ മെയിൻ സ്ഥലമാണ് തൃശ്ശൂര്. അത് ആര് കാണാൻ വന്നാലും ഇപ്പൊ നിങ്ങൾക്ക് വരെ വേഷം കെട്ടാൻ തോന്നും ഇല്ലേ? അതെ, വേഷം കെട്ടി നിൽക്കുവാണ് ഇപ്പൊ പുലി ഷർട്ട് ഇട്ട്. ഏകദേശം മഞ്ഞ പെയിന്റ് പൂശിയാൽ മതി മാത്രം. നമുക്ക് വേണ്ടി 2 സ്റ്റെപ്പ് വെക്കാവോ? ആദ്യമായിട്ടല്ലേ? ഇത് കണ്ടിട്ട് വേണം പഠിക്കാൻ. ഓക്കെ, കുഴപ്പമില്ല, 2 സ്റ്റെപ്പ്. ശരി, അപ്പൊ സ്വരാജ് റൗണ്ടിലാണ് ഈ ആവേശത്തോടെ ചേട്ടൻ ഇറങ്ങാൻ പോകുന്നത്. പുലികളി കണ്ട് ആ ആവേശത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. ഇതാണ് തൃശ്ശൂരുകാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എല്ലാവരും ആ ഒരു വൈബിനൊപ്പം അങ്ങ് ചേർന്ന് പൊക്കോളും.